നമസ്തേ. 7/5/2025 ബുധനാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പറയാവുന്ന കമൻറ്റുകൾക്ക് മറുപടിയുണ്ട്. ഇന്നുമുണ്ട് 1-2 കമൻറ്റുകൾ, അതിന് പറയാം. അതിനു മുമ്പ് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എന്തെങ്കിലും കമൻറ്റ് ഇടുകയും ചെയ്യണം. എങ്കിലത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സാപ്പിലേക്ക് ഒരാൾ മെസ്സേജ് ചെയ്തിട്ടെടുക്കുക, കുറച്ച് ദിവസമായി അങ്ങയുടെ വീഡിയോ കിട്ടുന്നില്ലെന്ന്. അതിൻ്റെ കാരണം അതാണ്. ആ വ്യക്തിക്ക് ഞാൻ എൻ്റെ യൂട്യൂബിന് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് 2 ദിവസം കാണും, ലൈക്കും ഷെയറും ചെയ്തില്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഇത് കമൻറ്റ് എന്തെങ്കിലും നിർബന്ധമായിട്ട് എന്തെങ്കിലും കമൻറ്റ് ഇടുക, ഒരു സ്റ്റിക്കറെങ്കിലും ഇട്ടാൽ മതി. അത് കൃത്യമായി കിട്ടണം എന്നുള്ളവരത് ശ്രദ്ധിക്കുക, ചെയ്യുക. പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ കമൻറ്റിലൂടെ ഒന്നും പറയില്ല, അതിന് മറുപടി പറയില്ല. കാരണം വ്യക്തിപരമായ ഫലങ്ങൾക്ക് ഒരു ഫീസുണ്ട്. അതിന് നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽ, വ്യക്തിപരമായ ഫലം അറിയാൻ വേണ്ടി. ഇനി കമൻറ്റുകളുടെ ഒരു 1-2 കമൻറ്റുകൾ ഉണ്ട്. അത് പ്രധാനമായിട്ടും ഉള്ളത് തന്നെയാണ്, അതുകൊണ്ട് അത് പറയാം. ഒന്ന്, കൂറും രാശിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. കൂറും രാശിയും എന്ന് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായില്ലെങ്കിലും ഞാൻ 3 കാര്യങ്ങൾ പറയേണ്ടി വരും ഇതിൻ്റെ ഉത്തരത്തിന്. കൂറ് എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൽ അതാത് ഇതിലെ മേടൻ രാശിക്ക് അശ്വതി, ഭരണി, കാർത്തിക എന്ന കാല് എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽ ഭാഗത്ത് ജനിക്കുന്നവർ എന്നും മേടക്കൂറിൽ ജനിച്ചവരായിരിക്കും. ഓരോ നക്ഷത്രത്തിനും 2.25 നക്ഷത്രങ്ങൾ വെച്ച് ഓരോ രാശിക്കും. മേടൻ രാശിക്ക് 2.25 നക്ഷത്രം, ഇടവം രാശിക്ക് 2.25 നക്ഷത്രം, അങ്ങനെ 12 രാശികളുണ്ട്. ഈ 12 രാശികൾക്കും 2.25 നക്ഷത്രം വെച്ച് വരും. അങ്ങനെ ലാസ്റ്റ് മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക, കാൽ ഭാഗം മേടൻ രാശി തുടങ്ങി ഇങ്ങനെ പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി, മീനം രാശിയിൽ തീരും. ഇതാണ് കൂറ് എന്ന് പറയുന്നത്. അപ്പോൾ കൂറ് എന്ന് പറയുന്നത് ചന്ദ്രൻ നിങ്ങളുടെ ഏത് രാശിയിൽ നിൽക്കുന്നുവോ അതാണ് കൂറ്. മേടൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നുവെങ്കിൽ അത് മേടക്കൂറുകാർ എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം രാശി മേടൻ രാശിയിലാണ്. ഇത് ചന്ദ്രൻ മേടത്തിലേ നിൽക്കുള്ളൂ. അപ്പോൾ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നോ അത് മേടക്കൂറ്. നിങ്ങളുടെ ജാതകം എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ ആ 12 കോളത്തിൽ ഏത് കോളത്തിലാണോ ചന്ദ്രൻ കിടക്കുന്നത് അതാണ് നിങ്ങളുടെ കൂറ്. 12 രാശികൾ എന്ന് പറഞ്ഞാൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം തുടങ്ങി മീനം വരെയുള്ള രാശികളാണ് 12 രാശികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കൂറ്. ഇനി ഈ കൂറിനെയാണ് ചിലർ ജന്മരാശി എന്ന് പറയും. അപ്പോൾ ചിലർ കൂറെന്ന് പറയും, ചിലർ അതിനെ ജന്മരാശി എന്ന് പറയും, അല്ല ചന്ദ്രരാശി എന്ന് പറയും. ഇനി ഇത് ചില പ്രാദേശികമായ വാക്കുകളുടെ വ്യത്യാസമാണ് കേട്ടോ. ഇനി മറ്റൊന്ന് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന രാശി എന്ന് പറഞ്ഞാൽ ഇതാണ് രാശി എന്ന് പറയുന്നത് ഇതാണ്. ഇനി നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന വ്യത്യാസം എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ കിടക്കുന്ന രാശിയാണ് നിങ്ങളുടെ ജന്മരാശി അഥവാ ചന്ദ്രരാശി എന്ന് പറയുക. ഇനി ലഗ്നരാശി എന്ന് പറയുന്ന ഒരു ല എന്ന് കിടപ്പുണ്ടാവും ജാതകത്തിൽ, അതാണ് ലഗ്നരാശി. 2 വ്യത്യസ്തമാവാം. ചിലർക്ക് ചന്ദ്രൻ മേടത്തിലാവാം, ല എന്ന് കിടക്കുന്നത് ചിലപ്പോൾ വൃശ്ചികത്തിലും ആവാം. അങ്ങനെയാണെങ്കിൽ അവരുടെ ലഗ്നം വൃശ്ചികം രാശിയായിരിക്കും. അത് ഉദയരാശി എന്ന് പറയും. ഉദയരാശി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ ഉദിച്ചു നിൽക്കുന്ന രാശി ഏതാണോ അതാണ് ഉദയരാശി, ലഗ്നരാശി എന്ന് പറയുന്നത്. അതിന് ചിലർക്ക് ലഗ്നം എന്ന് പറയും, ചിലർ ഉദയരാശി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പ്രാദേശിക വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ വാക്കുകൾക്കൊക്കെ ചെറിയ വ്യത്യാസം വരും. എങ്കിലും ലഗ്നരാശി എന്ന് പറയുന്നത് ജനിക്കുന്ന സമയം ഏതാണോ ആ രാശി ആണ് ലഗ്നരാശി. കൂറ് എന്ന് പറയുന്നത് ചന്ദ്രൻ ജനിക്കുന്ന സമയത്ത് നിൽക്കുന്ന രാശി ഏതാണോ അതാണ് കൂറ്. അപ്പോൾ കൂറ് എന്ന് പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയും ലഗ്നം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയം
എവിടെയാണോ ആ രാശിയും ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മുക്കാൽ കാൽ എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് നക്ഷത്രം തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായ അതും കൂടെ എല്ലാ ദിവസവും എപ്പോൾ തുടങ്ങും എപ്പോൾ അവസാനിക്കുമെന്ന് പറയാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ ജനിക്കുന്ന സമയത്ത് എപ്പോഴാണോ തുടങ്ങുന്നത് എപ്പോഴാണോ അവസാനിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാല് മുക്കാല് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ജനിക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഫലം ഞാൻ പറയുന്ന 7-ാം തീയതിയെ കണക്കൂട്ടിക്കൊണ്ടല്ല. 7/5/2025 ഫലം പറയുന്ന ആ ദിവസത്തെ കാല് മുക്കാല് കണക്കൂട്ടിക്കൊണ്ടല്ല. നിങ്ങൾ ജനിച്ചത് എന്നാണോ അന്ന് നക്ഷത്രത്തിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്നതാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിച്ചത് എന്നാണോ അന്ന് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്താണെങ്കിൽ അത് മേടക്കൂറായിരിക്കും. അത്രയേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. ഇത് വിശദമായി മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് മറുപടി ഞാൻ തീർച്ചയായിട്ടും തരും. ചിലപ്പോൾ 2 ദിവസം വൈകിയെന്ന് വരും, ചിലപ്പോൾ നേരത്തെ ആയിന്ന് വരും. അത്രേ ഉള്ളൂ. കാരണം അത് എൻ്റെ ഒരു സമയം കൂടെ കണക്കൂട്ടിക്കൊണ്ടാണ് ഞാനത് പറയുന്നത്. വീഡിയോ ഒരുപാട് നീണ്ടു പോകാതിരിക്കാനും കൂടെ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ദിവസവും എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ അതിന് മറുപടി പറയുക തന്നെ ചെയ്യും. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നു. ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങൾ ചെയ്യുന്ന ഷെയറും ലൈക്കും കമൻറ്റുകളുമെല്ലാമാണ് എനിക്കിത് ചെയ്യാൻ പ്രോത്സാഹനം നൽകുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായി ചെയ്യുക. ഒരു സ്റ്റിക്കറായിട്ടാണെങ്കിൽ പോലും കമൻറ്റുകൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. 7/5/2025 ബുധനാഴ്ച. ഇടവം, വൃശ്ചികം, കുംഭം രാശിക്കാർക്ക് ഗുണകരവും, കർക്കിടകം, തുലാം രാശിക്കാർക്ക് മധ്യമവും, മേടം, മകരം രാശിക്കാർക്ക് ദോഷവും, മിഥുനം, ചിങ്ങം, കന്നി, ധനു, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഈ കഠിന ദോഷം എന്ന് കേട്ടാൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് മനസ്സൊക്കെ ഒന്ന് സ്വസ്ഥമാക്കി വയ്ക്കാൻ ശ്രമിച്ചാൽ മതി. ആ പ്രശ്നം തീരും കേട്ടോ. ശ്രദ്ധിച്ചാൽ മതി, അല്ലാണ്ട് പേടിക്കൊന്നും വേണ്ട. അപ്പം ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടൻ രാശി എന്ന് പറഞ്ഞാൽ അശ്വതി നക്ഷത്രത്തിലും ഭരണി നക്ഷത്രത്തിലും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗത്തും ജനിച്ചവർ ആണ് മേടൻ രാശിയിൽ ജനിച്ചവർ. അവരുടെ ഫലമാണ് ഈ പറയുന്നത്. അത് ജനിക്കുന്ന സമയത്ത് അവരുടെ നാള് ഇതായിരിക്കണം എന്നർത്ഥം. കാർത്തിക നാളാണെങ്കിൽ കാർത്തിക നാളിൻ്റെ ആദ്യ കാൽഭാഗത്ത് ജനിച്ച ആൾക്കാണ് മേടക്കൂറാവുള്ളൂ. അവസാന മുക്കാൽ ഭാഗത്ത് ജനിച്ച ആൾ ഇടവക്കൂറായിട്ട് മാറും എന്നർത്ഥം. അത് മനസ്സിലാക്കാനാണ് എടുത്തു പറഞ്ഞത്. അപ്പോൾ മേടം രാശി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മേടക്കൂർ എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവർക്കാണ്. ഇനി അവരുടെ ഫലം. മേടം രാശിക്കാർക്ക് അത്ര അനുകൂലമായ സമയം അല്ല. മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമല്ല, ദോഷകരമായ സമയമാണ്. എങ്കിലും അവർക്ക് ദൈവാധീനം ഉള്ളത് കൊണ്ട് പലതും ഒന്ന് കുറച്ച് മാറ്റമൊക്കെ വരും. എങ്കിലും പൊതുവെ അനുകൂലമല്ല. ആരോഗ്യവും അനുകൂലമല്ല. ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും ഉണ്ടാകും. അലസത ഉണ്ടാവും. എല്ലാത്തിനും ഒരു സംശയമായിരിക്കും. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മനസ്സിൽ അസ്വസ്ഥത നിറഞ്ഞൊരു ദിവസമായിരിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനികർ അനുകൂലമായിരിക്കില്ല. അതേപോലെ ഉദരരോഗങ്ങൾ, പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകും. ഒരു സ്ഥിരതമായ അഭിപ്രായത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മേടം രാശിക്കാർക്ക് കഴിയില്ല, മേടക്കൂറുകാർക്ക് കഴിയില്ല. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥത തുടങ്ങിയൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഈ ദിവസം. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മേടൻ രാശിക്കാർക്കുണ്ടാകാം. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യത വരും. സഹോദര സ്ഥാനീയർ തമ്മിൽ കലഹങ്ങളും ശത്രുതയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മുൻകോപം വളരെയധികം നിയന്ത്രിക്കുക. അതുപോലെ കരൾ രോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. എന്നാൽ അല്പം ദൈവാധീനമുള്ള ദിവസമായതുകൊണ്ട് പല കാര്യങ്ങളും വേണ്ട രീതിയിലല്ലെങ്കിലും നടന്നു കിട്ടും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും.
തൊഴിൽ രംഗം ഒട്ടും അനുകൂലമല്ല, ഏഴരശ്ശേരി കാലഘട്ടം കൂടെയാണ്. അതുകൊണ്ട് ജാതകം കൂടെ ഒന്ന് പരിശോധിപ്പിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ആ ജനനസമയം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ചന്ദ്രരാശിയും ലഗ്നരാശിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, ഇതിൻ്റെ ബലങ്ങളൊക്കെ. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ കാരണം 1-2 പേര് സംശയം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ തൊഴിൽ രംഗത്ത് ശനിയൊക്കെ നടക്കുന്ന കാലഘട്ടമായതുകൊണ്ട് വളരെ പ്രയാസമുണ്ട്. അപ്പോൾ ജാതകം പരിശോധിപ്പിച്ച് അതും കൂടെ നോക്കിയിട്ട് വേണ്ട രീതിയിൽ മുന്നോട്ട് പോവുക. നാമജപം വളരെ പ്രധാനമാണ്, അത് കൃത്യമായിട്ട് ചെയ്യുക. ഇടവം രാശിക്കാർക്ക് ശുഭകരമായ ഒരു ദിവസമായിരിക്കും. കാർത്തിക അവസാന 1/4 ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവരാണ് ഇടവക്കൂറിൽ ജനിച്ചത് എന്ന് പറയുന്നത്. ഇടവക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. പൊതുവേ ഇടവക്കൂറുകാർക്ക് അനുകൂലമാണ്. ഒരു ആത്മവിശ്വാസം അത്ര അങ്ങോട്ട് പോരാ അവർക്ക്. പല കാര്യങ്ങളിലും ഈ ദിവസം അലസത ഉണ്ടാവും, ആരോഗ്യക്കുറവുണ്ടാകും. പിത്ത സംബന്ധമായ അസുഖമുള്ളവരൊക്കെ തലകറക്കം പോലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകും. അതുപോലെ മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപ്രതിസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. അഭിപ്രായ സ്ഥിരത കുറവുണ്ടാകും. ആസ്മ, മാനസിക അസ്വസ്ഥത, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇടവക്കൂറുകാർ. എന്നാൽ ഇവർക്ക് സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കളായിട്ടുള്ളവരെ മിത്രസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന ഒരു ദിവസമായിരിക്കും. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. ദൈവാധീനക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്നുള്ള ഒരു ദിവസമായതുകൊണ്ട്, ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്ന ദിവസമായതുകൊണ്ട് കാര്യം ശുഭകരമൊക്കെ ആണെങ്കിലും ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായതിനു ശേഷമേ കാര്യം നേടിക്കിട്ടുകയുള്ളൂ, ഈ കാര്യം നടന്നു കിട്ടുകയുള്ളൂ. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടത്തിലൂടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ജാതകത്തിലെ ആ ലഗ്നരാശിയുമായി ബന്ധപ്പെട്ട് 10ാം ഭാവം കൂടെ പരിശോധിച്ചാൽ അത് ചില ദോഷങ്ങളുണ്ട്. പരിഹാര ക്രമങ്ങളൊക്കെ ചെയ്യുന്നത് തൊഴിൽ മേഖല കുറച്ചുകൂടെ ഗുണകരമാക്കാനായിട്ട് കഴിയും. പൊതുവെ തൊഴിൽ മേഖല അനുകൂലമായ ഒരു കാലഘട്ടമാണ്. തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. ജാതകത്തിലെ ലഗ്നഭാവം കൂടെ അനുകൂലമാണെങ്കിൽ, അല്ലെങ്കിൽ സമ്മിശ്രാവസ്ഥയായിരിക്കും ഫലം. ഇനി മിഥുനം രാശി, മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ 1/4 ഭാഗം ഇവിടെ ജനിച്ചവരാണ് മിഥുനം രാശിയിൽ ജനിച്ചവരെന്ന് പറയുന്നത്. മിഥുനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് മനസ്സും ശരീരവും ഒക്കെ അനുകൂലമായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അലസത കുറയും. കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാനായിട്ട് കഴിയും. മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപ്രതിസ്ഥാനീയർ, ഗുരുക്കന്മാർ ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹമുള്ള ദിവസമായിരിക്കും. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ഇവർക്ക് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. ശത്രുക്കൾ മൂലം ചില ദോഷങ്ങളുണ്ടാവും. കടബാധ്യത വരും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്. നന്നായി ഒന്ന് മനസ്സിലെത്തിയ മനസ്സ് ശാന്തമാക്കാനും വാക്കുകൾ നന്നാക്കാനും കഴിയും. മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കുന്ന ഒരു ദിവസമാണ് ഇവർക്ക്. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിനെ ഒരു പരിധി വരെ ശാന്തമാക്കാനായിട്ട് ശ്രമിക്കണം. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമാണ്. കുടുംബത്തിൽ കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. മക്കളും ജീവിത പങ്കാളിയും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിച്ച് വീട്ടിലേക്ക് ചെല്ലരുത്. കർമ്മ മേഖലയും അത്ര മേന്മയുള്ളതല്ല. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. കണ്ടകശ്ശേരി അനുഭവിക്കുന്നൊരു കാലഘട്ടം കൂടെയാണ് മിഥുന രാശിക്കാർ എന്നുള്ളത് കൊണ്ട് അവർ ജാതകം കൂടെ ഒന്ന് പരിശോധിപ്പിച്ച് അതിൻ്റെ ബലാബലം എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്
ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. എന്തായാലും നാമം ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം നക്ഷത്രമാണ് കർക്കിടകക്കൂറ്. ഇത് ഈ ഭാഗത്ത് ജനിച്ചവർ കർക്കിടകക്കൂറിൽ ജനിച്ചവർ എന്ന് പറയും. അവരുടെ 7/5/2025 ബുധനാഴ്ചത്തെ ഫലം. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സ് അത്ര അനുകൂലമല്ല. അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു ദിവസമായിരിക്കും. ജലദോഷം, ആസ്തമ മുതല പ്രശ്നങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. എങ്കിലും പൊതുവെ ആരോഗ്യത്തിന് ചെറിയ മേന്മയൊക്കെ ഉള്ള ദിവസം തന്നെ ആയിരിക്കും. ഒരു ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. പിതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും മാതൃസ്ഥാനീയരിൽ നിന്ന് ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കടബാധ്യത വർദ്ധിക്കുന്ന ദിവസമാണ്. എങ്കിലും സാമ്പത്തികമായി ചില നേട്ടങ്ങളും ആ ദിവസം ഉണ്ടാക്കാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല. ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ തൊഴിൽ മേഖലയിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. തൊഴിലാളികളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമല്ല. എങ്കിലും അവർക്ക് മനസ്സിന് പൊതുവെ ഒരു സ്വസ്ഥതയൊക്കെ കിട്ടും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ഒരു അഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാവും. എന്നാൽ അവർക്ക് ആരോഗ്യകാര്യം അത്ര മേന്മയുള്ളതല്ല. അലസത ഉണ്ടാവും. ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. ഒരു വിളർച്ച അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. പൊതുവെ പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷവും ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകും. ഭൂമി സംബന്ധമായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട്. വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഒരല്പം അമിത ആത്മവിശ്വാസം അപകടം സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു തടസ്സം ഉണ്ടാകും. മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. പക്ഷേ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. ശത്രുദോഷം, സഹപ്രവർത്തകർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, തൊഴിലാളികളിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ചിങ്ങൻ രാശിക്കാർക്കുണ്ടാകും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. നന്നായിട്ട് നാമം ജപിക്കുക. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കുക. കുടുംബത്തിലും അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലും അത് ഉപയോഗിക്കാതിരിക്കുക. തൊഴിൽ രംഗത്ത് ഒരു കാരണവശാലും അവരത് ഉപയോഗിക്കാതിരിക്കുക. ഇനി കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്യക്കൂറുകാർക്ക് കഠിനദോഷമുള്ള ദിവസം തന്നെയാണ്. അനുകൂലമല്ല. മനസ്സും ശരീരവും അനുകൂലമല്ല. എല്ലാ കാര്യത്തിലും തടസ്സങ്ങളായിരിക്കും. ആത്മവിശ്വാസക്കുറവ്, അതേപോലെ സംശയം, അലസത ഒക്കെ ഉണ്ടാവും. മനസ്സ്, ബുദ്ധി ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃസ്ഥാനീയർ അനുകൂലമല്ല. ഗുരുക്കന്മാരുടെ അനുഗ്രഹം അത്ര ഉള്ള ഒരു ദിവസമായിരിക്കില്ല അത്. കാരണം എന്ത് കാര്യത്തിനും ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം വേണം. കാര്യം ഈ ഗുരുക്കന്മാർ നമ്മളെന്തെങ്കിലും അവരെന്തെങ്കിലും നമുക്ക് ചെയ്തു തന്നിട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇനിയിപ്പോൾ പല ഗുരുക്കന്മാരും ഇപ്പോൾ ശമ്പളത്തിന് പഠിപ്പിക്കുന്നവരാണ്, അല്ലെങ്കിൽ ശമ്പളം വാങ്ങിയിട്ടാണ് അവരവരുടെ ജോലി ചെയ്യുന്നവരാണ് എന്നൊക്കെയാണ് നമ്മളുടെ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം. അതൊന്നുമല്ല. അവർ ശമ്പളം മേടിക്കുന്നതാണെങ്കിൽ പോലും അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്നത് ഗുരുക്കന്മാരായിരിക്കും. അവരെ ശമ്പളം മേടിച്ചിട്ടാണ് വർക്ക് ചെയ്യണമെങ്കിലും.
കാരണം എൻ്റെ കുട്ടികൾ എന്ന് പറയാനുള്ള അവകാശം അവർക്കേ ഉള്ളൂ. അപ്പോൾ അവരുടെ അനുഗ്രഹമൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യം, എത്രയൊക്കെ ആണെങ്കിലും. അതൊക്കെ ഇല്ലാത്ത ദിവസം വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല, വാക്കുകൾ അനുകൂലമല്ല, സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുദോഷം കുറച്ച് കുറയുന്ന ഒരു സമയമൊക്കെ ആയിരിക്കും. ദൈവാധീനം വളരെ കുറയുന്ന ഒരു ദിവസമാണ്. നേരിയ തോതിൽ അന്ന് ഇവർക്ക് ദൈവാധീനം കാണുന്നുള്ളൂ ഈ രാശിപ്രകാരം. അതുകൊണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല, തൊഴിൽ രംഗത്തും അനുകൂലമല്ല. അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ഈ കന്നിക്കൂറുകാർ ശ്രദ്ധിക്കണം. ഇനി തുലാം രാശി. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ആരോഗ്യവും മനസ്സും ഒക്കെ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസം ഉണ്ടാവും. അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പൊതുവെ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും, ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയരും ഒക്കെ അനുകൂലമായിരിക്കും. എന്നാൽ സഹോദര സ്ഥാനീയർ തുലാം രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും, കടബാധ്യത ഉണ്ടാകും, മറ്റുള്ളവരുമായി കലഹം, മുൻകോപം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ശ്രദ്ധിച്ച വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാം, അതിൻ്റെ മേന്മ ഉണ്ടാകുകയും ചെയ്യും. ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമാണ്. കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്ന ദിവസമാണ്. ജീവിത പങ്കാളി മക്കളൊന്നും അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗം അല്പം നേട്ടമുണ്ടാകുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ജാതകത്തിലെ ലഗ്നരാശിയും കൂടെ പരിശോധിച്ചാൽ ഇതിൻ്റെ കുറച്ചുകൂടെ മേന്മ ഉണ്ടാക്കാനായിട്ട് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്ത് തൊഴിൽ ഭാഗമൊക്കെ മേന്മ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൊതുവെ തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ചന്ദ്രാധിഷ്ഠിത രാശിപ്രകാരം ഇപ്പോൾ ഉള്ളത്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് ശുഭകരമായ ഒരു ദിവസമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല. ഒരു അലസതയൊക്കെ ഉണ്ടാവും. എന്ത് കാര്യത്തിലും ഒരു സംശയദൃഷ്ടി ഉണ്ടാകും. എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. ബുദ്ധിപൂർവമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ലെങ്കിലും പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. അതേപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും, കടബാധ്യത ഉണ്ടാകും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് പൊതുവേ അനുഭവപ്പെടും. ജീവിത പങ്കാളി മക്കളൊന്നും തന്നെ വൃശ്ചിക രാശിക്കാർക്ക് അനുകൂലമല്ല. ദൈവാധീനം ഉള്ള ഒരു ദിവസമാണെങ്കിലും കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു പോവുക. വിളക്ക് കത്തിക്കുക, നാമം ജപിക്കുകയൊക്കെ നന്നായിട്ട് ചെയ്താൽ ആ കുടുംബത്തിലെ സ്വസ്ഥത കുറവ് കുറയ്ക്കാനും കഴിയും. തൊഴിൽ രംഗം അത്ര അനുകൂലമല്ല. എങ്കിലും പൊതുവേ വൃശ്ചികം രാശിക്കാർക്ക് ഗുണകരമായ ഒരു ദിവസമായിരിക്കുകയും ചെയ്യും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് അനുകൂലമായ ദിവസമല്ല. ആരോഗ്യവും മനസ്സും ഒന്നും അനുകൂലമായിരിക്കില്ല. പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ബുദ്ധിയും മനസ്സും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ഈ ആസ്മ പോലെ അസുഖമുള്ളവരൊക്കെ, അലർജി സംബന്ധമായ അസുഖമുള്ളവർ, മാനസിക അസ്വസ്ഥതയുള്ളവരൊക്കെ ധനുരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ഒരു സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എങ്കിലും നന്നായിട്ട് ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും, കടബാധ്യത വരും. അതേപോലെ മുൻകോപത്തെയൊക്കെ വളരെ നിയന്ത്രിക്കുക.
വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ ശ്രദ്ധിച്ചാൽ കഴിയുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാകും. ദൈവാധീനക്കുറവ് വളരെ കുറവുള്ള ഒരു ദിവസമാണ് ദൈവാധീനം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഈ ദിവസം. എനിക്ക് ഇതൊക്കെ ഇങ്ങനെ നിർദ്ദേശിക്കാനേ പറ്റൂ. ഇതൊക്കെ പ്രാവർത്തികമാക്കേണ്ടത് ഇത് കേൾക്കുന്നവരാണ്. അങ്ങനെ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണമുണ്ടാകും. അങ്ങനെ ഉണ്ടാകണമെന്ന് ഭഗവാനോട് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി മകരം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശി. മകരം രാശിക്ക് ദോഷകരമായ ദിവസമാണ്. ആരോഗ്യവും മനസ്സും ഒന്നും അനുകൂലമായിരിക്കില്ല. എല്ലാ കാര്യത്തിലും ഒരു സംശയമായിരിക്കും, അലസതയായിരിക്കും, ആത്മവിശ്വാസക്കുറവായിരിക്കും. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ഒരഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിലുണ്ടാവില്ല. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുള്ള സമയമാണ്. കടബാധ്യത ഉണ്ടാകുന്ന സമയമാണ്. മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ആസ്മ, അലർജി രോഗങ്ങൾ, അതേപോലെ മനോരോഗമൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകും. കുടുംബത്തിലുള്ളവരുടെ ഒരു പിന്തുണയൊക്കെ കിട്ടും. എങ്കിലും ബാക്കി കാര്യങ്ങളൊന്നും അത്ര അനുകൂലമല്ല. തൊഴിൽ മേഖല നേട്ടമുണ്ടാക്കാൻ കഴിയും. ജാതകം കൂടെ പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരകർമ്മങ്ങളൊക്കെ ചെറുതായിട്ടാണെങ്കിലും ചെയ്യുന്നത് ഈ ദോഷങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയും. പൊതുവെ തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂല സ്ഥിതി ഉണ്ടാകുന്ന ദിവസമായിരിക്കും ചന്ദ്രാധിഷ്ഠിത രാശിപ്രകാരം. ഇനി കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശി. കുംഭം രാശിക്ക് ഗുണകരമായ ദിവസമാണ്. പൊതുവേ ആരോഗ്യവും മനസ്സും ഒക്കെ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസത ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. ഒരു അഭിപ്രായ സ്ഥിരതയൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ദിവസമാണ്. ശ്രദ്ധിച്ച കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. എന്നാൽ ദൈവാധീനം അല്പം കുറവുള്ള ദിവസമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു തടസ്സമുണ്ടായിട്ടാണ് അത് നടക്കുകയുള്ളൂ. എങ്കിലും ഒരു പരിധി വരെ അനുകൂല ദിവസം ആയതുകൊണ്ട് കാര്യങ്ങൾ നടന്നു കിട്ടും. തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കുടുംബത്തിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും ദൈവാധീനമുള്ള ദിവസമാണെങ്കിലും ചില കലഹങ്ങളൊക്കെ മക്കളായിട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യത കുടുംബത്തിലുള്ളത് കൊണ്ടും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ലാത്തതുകൊണ്ടും ഈ രണ്ട് സ്ഥലത്ത് ഇന്ന് ഈ ദിവസം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്തരട്ടാതി രേവതി. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം ഒട്ടുമില്ല. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിനെ ആരോഗ്യപൂർണ്ണമായിട്ട് നിർത്താനായിട്ട് കഴിയും. ശരീരം അത്ര അനുകൂലമായിരിക്കില്ല. എല്ലാത്തിലും ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടും. ഒരു സംശയം എല്ലാത്തിലും ഉണ്ടാകും. പിത്തസംബന്ധമായും വാദസംബന്ധമായും അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മനസ്സ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മാതൃസ്ഥാനീയരുടെയൊക്കെ അനുകൂലം ഉണ്ടാവും. എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളോ ധനപരമായ കാര്യങ്ങളിലൊക്കെ കലഹം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രു ദോഷമുള്ള ദിവസമാണ്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അനാവശ്യമായി മറ്റുള്ളവരുമായി കലഹമുണ്ടാക്കാം. വാക്കുകൾ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കുക. മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം കലഹം ഒഴിവാക്കാനായിട്ട് വാക്കുകൾ വളരെ നിയന്ത്രിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് നഷ്ടമുണ്ടാക്കും. ദൈവാധീനം ഒട്ടുമില്ലാത്ത ദിവസമാണ്. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയും ഒട്ടും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ തൊഴിൽ മേഖലയിലുണ്ടാവും. കുടുംബത്തിലും തൊഴിൽ മേഖലയിലുമൊക്കെ അനുകൂലമല്ല എന്നുള്ളതുകൊണ്ടും മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടും
ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് വീട്ടിൽ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ മേഖലയിലും പോകാതിരിക്കുക. ഇത് ഒരു പൊതുഫലമാണ്, ആരുടെയും ജാതക ഫലമല്ല എന്ന് മനസ്സിലാക്കി ഈ നിർദ്ദേശങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെട്ട ദിവസമാക്കി മാറ്റാനായിട്ട് സഹായിക്കും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ എൻ്റെ ദേവി.